ഹായ്, നന്ദൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിതാ ഇന്ന് പണികളൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കണു, നമുക്ക് കുറച്ച് കമന്റ്സ് ഇങ്ങനെ വരുന്നുണ്ട്. ആ നെഗറ്റീവ്സ് ഒക്കെയാണ്, അത് മറുപടി പറയാന്ന് വിചാരിച്ചു കുറച്ച്. പിന്നെ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ നെഗറ്റീവ് വരില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ് നെഗറ്റീവ് എന്ന് അറിയാം. പക്ഷെ ചിലവര് നമ്മളെ ഭയങ്കര വേദനിപ്പിക്കണ പോലെ എന്താ വെച്ചാൽ ഇതൊന്നും നമുക്ക് നെഗറ്റീവായി ഇടേണ്ട കാര്യങ്ങളല്ല. എന്താ വെച്ചാൽ ഇതൊക്കെ ആരുടെ ലൈഫിൽ ഉണ്ടായി പോണ കാര്യങ്ങളാണ്, ഉണ്ടാവാനുള്ളതാണ്. എന്തും ഉണ്ടാവാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ നമ്മളെ ബന്ധത്തിനെ കുറിച്ചിട്ടോ അങ്ങനെ ഒന്നും പറയുമ്പോ നമുക്ക് സഹിക്കില്ലല്ലോ. ഒരു എന്താ പറയാ, ഒരക്കൗണ്ട് തന്നെയാണ് കൂടുതൽ ഒരക്കൗണ്ട്. അതാണ് ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് പറയാൻ തോന്നിയത് കേട്ടോ. എന്താ വെച്ചാൽ എനിക്കത് കാണുമ്പോ എപ്പോഴും ഞാൻ ഏട്ടൻ പറയും, എന്തിനാണ് ഇങ്ങനെ എന്താ വെച്ചാൽ നമ്മള് ഒരാളുടെ ജീവിതം നന്നായി എല്ലാരും നന്നായി കാണണമെന്ന് വിചാരിക്കുള്ളൂ. അല്ലാണ്ട് ഒരാളുടെ ജീവിതം നശിച്ച് കാണണം നമ്മൾ ചിന്തിക്കില്ല. ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. ഒരാൾക്ക് ഇപ്പൊ ഒരാളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരങ്ങനെ ആവണം, ഇവരിങ്ങനെ ആവണം, നശിക്കണം ഒന്നും നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ നല്ലതാ ചിന്തിക്കുള്ളൂ. ഞാന് അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. പക്ഷെ ഇവരൊക്കെ എന്താ, ചിലവരിട്ടാ കുറച്ച് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ടെന്ന് അറിയാം. അവർക്ക് വേണ്ടി ഇതെന്തല്ല കുറച്ച് പേര് ചോദിക്കുന്നതാണ്. എന്താ പറയാ, എപ്പോഴും സങ്കടമാണോ, കുഞ്ഞിന് എന്താ സങ്കടമാണോ, അങ്ങനത്തെ ഒക്കെ കുറച്ച് ചോദ്യങ്ങൾ. അപ്പൊ അതിന് പറയാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കണേട്ടാ. അപ്പൊ നമുക്ക് കുറച്ച് എന്താ വെച്ചാൽ നോണ പറയുന്നത് നമ്മുടെ സ്ക്രീൻഷോട്ടുകൾ നമ്മൾ സൈഡിൽ കൊടുക്കട്ടാ. ഇത് കുറേ നാളെ ആദ്യം തൊട്ടേ വരുന്നതാണ്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഡേ മൈ ലൈഫും ഈ പറഞ്ഞ ട്രാവലിംഗ് ഒക്കെ ആയിട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ ഓരോരോ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ കമന്റ്സ് ഇങ്ങനെ വരുന്നത്. പിന്നെ നെഗറ്റീവ് പറഞ്ഞോട്ട് വിഷമമൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങൾ പറയുന്നത് വിഷമം തോന്നും. എന്താ വെച്ചാ അത്രയും നമ്മുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കാനാണ് നമ്മൾ ഓരോരുത്തർ കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അതിന്റെ ഇടയിൽ ആ ജീവിതം നശിക്കാൻ വേണ്ടി നശിച്ച് കാണാൻ വേണ്ടിയിട്ടൊക്കെ എന്ന് പറയുമ്പോ അതൊക്കെ ഒരു ഭയങ്കര മോശമുള്ള കാര്യല്ലേ. അതല്ല, നമ്മുടെ ജീവിതം എന്ന് തകരും വെച്ചിട്ട് കാത്തിരിക്കണവരുണ്ട്. അത് കാണുമ്പോ നമുക്കൊരു വിഷമം. എന്താ വെച്ചാൽ നമ്മളെ ഞാനെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കാണുമ്പോ ആരും നശിക്കും ചിന്തിക്കില്ലല്ലോ. അതേപോലെ ഉള്ളവർ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സ്നേഹിക്കണവര്. പക്ഷെ ഇങ്ങനൊക്കെ കാണുമ്പോ ചിലത് കാണുമ്പോ നമുക്കൊരു വിഷമം. പിന്നെ ഇത് ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല. എന്നോട് എല്ലാരും പറയുന്നുണ്ട് പല്ലുമ്മ കമ്പിടാൻ. ഞാൻ പല്ലുമ്മ കമ്പിടാത്തതിന്റെ കാരണം എന്ന് വെച്ചാ പല്ല് കമ്പിടുമ്പോ 4 പല്ലൊക്കെ പറിക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചേച്ചിക്കൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് പല്ല് പറിക്കാൻ എന്താ ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പല്ല് പറിച്ചിട്ട് ഇങ്ങനെ കമ്പിടാന്നുള്ള കാര്യത്തേക്ക് ഞാൻ നീങ്ങാത്തത്. പിന്നെ ഇതേപോലെ മുന്നേ എനിക്ക് പല്ല് വേദന വന്ന് പോയപ്പോഴും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പല്ലുമ്മ അങ്ങനെ കമ്പിടേണ്ട ആവശ്യമില്ല, ഇടണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ. അല്ലാണ്ട് ആരുടെയും കമന്റ്സ് കാണാണ്ടല്ല. പിന്നെ ചോദിച്ചേക്കാന്ന് വെച്ചാല് എന്താ ബിസിനസ് തുടങ്ങിയോന്ന് ഈ ജ്വല്ലറി നമ്മൊരു കൊളാബ് വീഡിയോ ആയിട്ട് ഒരു ജ്വല്ലറി. അപ്പൊ നിങ്ങ 2 ആൾക്കാർ ജ്വല്ലറി തുടങ്ങിയോന്ന്, അതായത് കുഞ്ഞിന്റെ അവിടുത്തെ വീട്ടാരും കുഞ്ഞിനും എന്തോ അല്ലെ ടൈപ്പ് 3 ആളും കൂടി ജ്വല്ലറിയുടെ ബിസിനസ് തുടങ്ങിയോന്ന്. സത്യം പറയാൻ തുടങ്ങിയതല്ല. എനിക്ക് കൊളാബ് വന്ന കാര്യം കൊളാബ് ചെയ്ത് കൊടുക്കണം, നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ ചെയ്തത് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഇട്ടോന്ന് മാത്രമേ ഉള്ളൂ. അതും പിന്നെ ഒരേ ടൈമിൽ ഏകദേശം വീഡിയോ ഇട്ടോണ്ടായിരിക്കാം ചിലവര് ചോദിക്കേണ്ടത് ഞാൻ എന്താ പോര് കുത്താണോ. ഒരിക്കലല്ല, കൊളാബ് നമുക്ക് ഓരോ ടൈം പീരീഡ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ ചെയ്ത് കൊടുക്കണം, ചെയ്യണു. ഞാൻ എടുത്ത് വെച്ചിട്ട് 2 ദിവസം മുന്നേ എടുത്ത് വെച്ചാണ് ഞാൻ എഡിറ്റ് ചെയ്തിടുമ്പോ കുറച്ച് വൈകിയത് മാത്രം. അതിന് ഞാൻ എന്റെ ഏറ്റെടുത്തതും നമ്മൾ പലർക്കും വാക്ക് കൊടുത്തിട്ടാണ് ഏറ്റെടുക്കണം. ആ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഞാൻ വൃത്തിയായി ചെയ്ത് കൊടുക്കണം എന്നുള്ളത് എന്റെ ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്തു കൊടുത്തു എന്നുള്ളതല്ലാണ്ട് ആരെയും ഒരു കുത്തേ പുതിയതായി ഞാൻ ബിസിനസ് തുടങ്ങിയതല്ല. പുതിയ ബിസിനസ് നമുക്ക് തുടങ്ങാനുള്ള എനിക്ക് പിന്നെ എന്തോ ബിസിനസ് വേണമെന്ന് എനിക്കില്ല. അത് ഞാൻ എന്തായാലും താല്പര്യപ്പെടുന്നില്ല ആ ഒരു ബിസിനസ്. പിന്നെന്താ, ചേച്ചിയുടെ ഭർത്താവ് യൂട്യൂബായിട്ട് ജീവിക്കുന്നു, അനിയത്തിയുടെ ഭർത്താവ് യൂട്യൂബായിട്ട് ജീവിക്കുന്നു, ഞങ്ങക്ക് ജോലി ഇല്ലെന്ന്, അങ്ങനെയൊക്കെ ഒരു ഇതാണ് എപ്പോഴും ചോദിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു കമന്റ് ഇട്ട ആള്. നമുക്ക് യൂട്യൂബായാലും നമ്മൾ ജോലിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട, ഏട്ടൻ ജോലി ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം വരുമ്പോൾ അത് ഇടുന്നോണ്ടും പ്രശ്നമൊന്നുമില്ലല്ലോ. വരുമാനം വരുന്ന സംഭവങ്ങൾ നമ്മളെല്ലാരും ചെയ്യും. അത് നല്ല മാന്യം മര്യാദയായിട്ട് വീഡിയോസ് ഇടുന്നോണ്ട് ഒരു പ്രശ്നമില്ല. ഇപ്പൊ യൂട്യൂബ് എന്ന് പറയണത് ഒരു ജോലിയായിട്ട് എടുക്കണം. അതായത് വെറുതെ ആരും പൈസ ഇല്ല. ഈ ഒരു പൈസ എന്ന് പറഞ്ഞെങ്കില് ആൾക്കാരിൽ എത്തിക്കുമ്പോ
അതിന്റെ അനുസരിച്ചുള്ള എമൗണ്ട് ആണ്. നമുക്കിപ്പോ അമേരിക്കയിലാണ് അയക്കുന്നത്. അമേരിക്കക്കാര് വെറുതെ നമുക്ക് കാശ് തരില്ല. നമ്മൾ അതിനുള്ള കഷ്ടപ്പാട് നമ്മളും ചെയ്യുന്നുണ്ട്. ഇപ്പൊ വീഡിയോസ് ആയാലും കാണുന്ന പോലെയല്ല, എല്ലാ വീഡിയോസിനും അതിന്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഏട്ടന്റെ ജോലിയും കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പൊ അതിന് പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ യൂട്യൂബ് ഇപ്പൊ നമുക്ക് ആർക്കും ഒരു വരുമാനം വരുമ്പോ നമ്മളത് വേണ്ടെന്ന് ചിന്തിക്കില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ വഴിയെ പോണു, അവരവരുടെ വഴിയെ പോണു. അത് നമ്മളെ കൂട്ടന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി വെറുതെ എന്തിനാണ് തല്ലൂട്ടം പോലെ ആക്കുന്നത്. നമ്മള് കൂട്ടരെ നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിണ്ടില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമൊന്നും ഇല്ലാണ്ട് നന്നായി പോണു. അവര് നന്നായി പോണു, ഞങ്ങളും നന്നായി പോണു. ഇത്രേ ഉള്ളൂ. പിന്നെ ചോദിക്കുന്നതാണ് ജോലിക്ക് പോണില്ല എന്നാണ് വീണ്ടും ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ജോലിക്ക് പോണുണ്ട്. അതായത് നമുക്ക് സീസൺ അല്ല, ഇപ്പൊ എല്ലായിടത്തും സീസൺ അല്ല. ഞാൻ കഴിഞ്ഞ മാസം വരെ വർക്കായിരുന്നു. ഇപ്പൊ എഡിറ്റ് ചെയ്തിട്ടുള്ള ഇപ്പൊ വെഡിങ് വർക്കാണ്, എഡിറ്റിംഗ് കുറേ ഉണ്ട്. എഡിറ്റിംഗ് കൊടുക്കാണ്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനത്തെ ഷൂട്ടുകൾ വരുമ്പോ പോണുണ്ട്. ഇതിന്റെ ഇടയിൽ ഷൂട്ടുകൾ വരുമ്പോ പോണ്ടാകുന്ന ദിവസം നമ്മള് വീഡിയോ എടുക്കണ്ടാവില്ല. വീഡിയോ എടുക്കുന്ന ദിവസത്തെ കാര്യങ്ങളാണ് എല്ലാവരും കാണുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ജോലിക്ക് പോകണമെന്ന് ചോദിക്കുന്നത്. അതും നെഗറ്റീവായി ഞങ്ങൾ കാണുന്നില്ല. വീഡിയോ എടുക്കുന്ന ദിവസം ചിലപ്പോ ഉണ്ടാവില്ലായിരിക്കും, എഡിറ്റിംഗ് ആയിരിക്കും വീട്ടിലുണ്ടാവുക. അതുകൊണ്ടാണ് കേട്ടാ ജോലിക്കൊക്കെ പോകുന്നത്. പിന്നെ ഒരു കമന്റ്, ഞങ്ങളൊരു ട്രിപ്പ് പോയായിരുന്നു, ട്രാവല് പോയിരുന്നു, വാഗമൺ പോയിരുന്നു. അപ്പൊ ഇതിന്റെ അടിയിൽ ഒരു കമന്റ് എന്തൊക്കെയാണ്, കുഞ്ഞൻ അമ്മേ എന്ന് വിളിച്ചു. അറിയാതെ പോലെയും കുഞ്ഞ അമ്മേ എന്ന് വിളിച്ചു പോയിന്ന്. പിന്നെ അമ്മേന്നല്ലാണ്ട് ഇപ്പൊ ചേച്ചിയുടെ പേരെന്താ, രജനി വിളിക്കാൻ പറ്റില്ലല്ലായിരിക്കും. നമ്മ വീഴുമ്പോ പെട്ടെന്ന് അമ്മേന്നല്ലേ വിളിക്കുള്ളൂ. പിന്നെ നമ്മൾ ചെറുപ്പത്തോട്ട് അങ്ങനെ തന്നെയാണ് എല്ലാരും വിളിക്കുക. ഞാൻ കണ്ടോളത്തോളം മിക്കവരും അങ്ങനെ തന്നെയാണ് അമ്മയെ തന്നെയാണ് വിളിക്കുക. അമ്മയെ അച്ഛനൊക്കെ നമ്മൾ വീഴുമ്പോ വിളിക്കുക. എന്താ വെച്ചാൽ നമ്മൾ ചെറുപ്പം തൊട്ട് ശീലിച്ച കാര്യം ചിലപ്പോ അതായിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ അമ്മയെ അച്ഛനെ വിളിക്കുന്നത്. പിന്നെ അത് വിളിച്ചോണ്ട് എനിക്ക് പ്രശ്നമായിട്ട് തോന്നാത്തോണ്ടാണ് ഞാൻ അമ്മയെ എന്ന് വിളിക്കുന്നത്. അല്ലേ? അതാണ് അത് ഇഷ്ടം. ഒരാളല്ല രണ്ടു പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അമ്മ. അല്ല, നമ്മൾക്ക് അമ്മയെന്ന് വിളിക്കണോണ്ട് ഇപ്പൊ തെറ്റൊന്നുമില്ലല്ലോ. നമ്മുടെ സിറ്റുവേഷൻ കാരണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലാണ്ട് നമ്മൾ അമ്മയെന്ന് വിളിക്കണോണ്ട് ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ വിളിക്കണം. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ മനഃപൂർവ്വം ആ ഭാഗം വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയുന്നു. അത് പ്രശ്നമുള്ള കാര്യമാണെങ്കിൽ. അതില്ലാത്തോണ്ടാണ് ഞാൻ കട്ട് ചെയ്തത്. പിന്നെ ഇപ്പൊ നമ്മൾ ഒരു ഇതിൽ ചോദിച്ചിരുന്നു നാളെ എന്താണെന്ന് അറിയില്ല. അപ്പൊ ഇന്നത്തെ ലൈഫ് ഇന്നത്തെ അടിച്ചു പൊളിക്കാൻ വേണ്ടി ഞാനെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ ആൻസറിൽ. അപ്പൊ അവിടെ നിന്ന് ഒരു കമന്റ് ചോദിക്കുന്നതാണ്, നാളെ എന്താണെന്ന് അറിയൂല. അപ്പൊ നിങ്ങ നാളെ തന്നെ ഒരു അമ്മ ആകുമ്പോൾ കുഞ്ഞിനെ മനസ്സിലാവും ആ സംഭവം. നാളെ ഞാനൊരു അമ്മയാകുമ്പോ മനസ്സിലാവുന്നല്ലേ. അങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിറ്റുവേഷനുകളാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത് നാളെ ഇനി എന്താ സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്റെ മോൾക്ക് ഇപ്പൊ എന്താ സിറ്റുവേഷൻ ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ ഇങ്ങനെ പോണത് നമ്മുടെ സിറ്റുവേഷൻ കാരണമാണ്. ഇനി എന്താ നാളെ ഉണ്ടാവുക, മിണ്ടാതിരിക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് സിറ്റുവേഷൻ കാരണം നമ്മൾ ചെയ്ത കാര്യം മാത്രമാണ്. അല്ലാണ്ട് മനഃപൂർവ്വം ഒഴിവാക്കി വേണ്ട എന്ന് വെച്ച് വന്നതല്ല. നമുക്കൊരു സിറ്റുവേഷൻ എല്ലാവർക്കും വരുന്നതാണ് ജീവിതത്തില്. എന്തായാലും ഞങ്ങളുടെ സ്റ്റോറി ഇപ്പൊ എല്ലാവർക്കും അറിയാം. യൂട്യൂബിലാണെങ്കിലും എല്ലാവരും എല്ലാവരും പറഞ്ഞത് എന്താണ് കാര്യം. ഇപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് തന്നെയാണ് ഈ കാര്യങ്ങള്. അല്ലാണ്ട് എൻഗേജ്മെന്റ് കഴിയാണ്ട് ഞാൻ വിളിച്ചോന്നല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ പഴയ വീഡിയോസ് ഇട്ട് നോക്കിയാലും കാണാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്. അപ്പൊ ചിലപ്പോ ഈ പുതിയ ആൾക്കാരായിരിക്കും അറിയാത്ത ആൾക്കാരായിരിക്കും ചോദിക്കണത്. പിന്നെ അമ്മയ്ക്ക് വിഷമം ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയണില്ല. അമ്മയ്ക്ക് അമ്മയുടേതായ വിഷമം ഉണ്ടാവും, എനിക്ക് എന്റേതായ വിഷമങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും വിഷമങ്ങൾ ഉണ്ടാവും. നമുക്ക് സിറ്റുവേഷൻ കാരണം നമ്മൾ ഓരോ രീതിയിൽ ജീവിച്ചു പോകുന്നത് മാത്രം. പിന്നെ ക്യാമറ ഇപ്പൊ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ മുന്നിൽ വന്ന് അതിന്റെ പരാറില്ലാന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതുവരെ ഇങ്ങനെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് കുറെ ഒരു കമന്റ് മെയിൻ ആയിട്ട് പറയാനാണ് ഞാൻ എടുത്തത്. പക്ഷെ ആ കമന്റ് ഇതുവരെ ആയിട്ടും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റൊരു ഡിവോഴ്സിന്റെ ഒരു കമന്റ് ഉണ്ടായില്ലേ, അയ്യോ ഡിവോഴ്സ് ആയില്ലേ വെയിറ്റിംഗ് ആണെന്ന്. അപ്പൊ എന്താന്ന് വെച്ചാ ലിന്നി ബെന്നി ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആദ്യം ഇട്ട വീഡിയോസ് തൊട്ട് വെയിറ്റിംഗ് ആണ്. ഡിവോഴ്സിന് വെയിറ്റിംഗ് ആണ്. ഇപ്പൊ പറയുന്ന ചേച്ചി ആയാലും ഭർത്താവ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡിവോഴ്സ് ആവാൻ സാധ്യതയുണ്ട്. പറയാൻ നിൽക്കണ്ട. മറ്റുള്ളവനെ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എന്താ വരികയെന്നറിയില്ല. ഇപ്പൊ ഞങ്ങൾ നന്നായി ജീവിച്ചു പോണത്. നമ്മൾ കല്യാണം കഴിച്ച് നന്നായി ജീവിച്ചു പോണെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. അല്ലാണ്ട് ഡിവോഴ്സ് ആണെന്ന് വെച്ചിട്ടല്ല. ഇത് നമ്മളോട് ഇങ്ങനെ പറഞ്ഞ് നമ്മള് ഡിവോഴ്സ് ആയി കണ്ടിട്ട് ഈ ചേച്ചിക്ക് എന്താണ് ഇത്ര കിട്ടാനുള്ളതെന്ന് എനിക്കറിയില്ല. ഇരിക്കുകയാണെങ്കിൽ അതിന്റെ വിഷമം കൊണ്ടാണ് മറ്റുള്ളവരോട് പറയുന്നതല്ല.
ഇങ്ങനൊക്കെ പറയുമ്പോ ഞങ്ങള് നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചത്. ചേച്ചി ഇവനെ കല്യാണം കഴിക്കുന്നത് ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ഇങ്ങനെ കല്യാണം കഴിച്ച വശം തന്നെ നമ്മളോട് ഇങ്ങനെ ഡിവോഴ്സ് എന്ന് പറയുമ്പോ അത് കേൾക്കണവർക്ക് വലിയ സുഖം ഉണ്ടാവില്ല. ഈ ഡിവോഴ്സ് എന്ന് പറയുമ്പോ ഞങ്ങളിപ്പോ നന്നായി പോകുന്നുണ്ട്, ഇനി നാളെ എന്താണെന്നൊന്നും ഞങ്ങൾ പറയണില്ല. പിന്നെ ചേച്ചിക്ക് എന്താണ് ഞങ്ങളുടെ ഡിവോഴ്സ് ആവണ കണ്ടിട്ട് ഇത്ര വെയിറ്റിംഗ് എന്നൊക്കെ പറയാൻ? അതൊന്നും നല്ലൊരു കാര്യമല്ലല്ലോ ഇപ്പൊ ഈ ഡിവോഴ്സ് ആവില്ലൊന്നും. അപ്പൊ അതിനൊക്കെ ഇങ്ങനെ വെയിറ്റിംഗ് എന്ന് പറയാൻ അപ്പൊ എന്തൊരു ദുഷ്ട മനസ്സായിരിക്കും അല്ലേ? നമുക്കറിയാം ആരാണ് ഇങ്ങനെ കണ്ടിന്യൂസ് മെസ്സേജ് പറയുന്നത് നമുക്കറിയാം. പിന്നെ ഈ ഇടയ്ക്കൊക്കെ കുറച്ച് ആൾക്കാരുണ്ട് രണ്ടിന്റെ ഇടയിൽ നിന്ന് കിടന്നിട്ട് ഇങ്ങനെ നമ്മുടെ രണ്ട് ആൾക്കാരുടെ ജീവിതത്തിന്റെ ഇടയിൽ കിടന്ന് കളിക്കണവർ കുറെ പേരുണ്ട്. നമുക്കറിയാം അവരാരൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്ന് അറിയാം. ഞാനതൊക്കെ വിട്ട് കളഞ്ഞ കേസാണ്. എന്തായാലും നമ്മള് ഇപ്പൊ നന്നായി പോകുന്നുണ്ട്. ഇങ്ങനത്തെ ഓരോന്ന് കമന്റ് ഇടാണ്ടിരിക്കുക. എന്താ വെച്ചാൽ എല്ലാവരും നല്ല രീതിയിൽ ജീവിച്ചു പോട്ടെ എന്ന് വിചാരിക്കുക. നമ്മളിങ്ങനെ ഓരോരുത്തരും നശിച്ച് കാണാൻ പറയുമ്പോ നമുക്ക് ജീവിതത്തിൽ നാളെ എന്താ വരികയെന്ന് അറിയില്ല. ആരെയും നശിച്ച് കാണാണ്ടിരിക്കാൻ പറയുക. ആരും ഡിവോഴ്സ് ആവാം അങ്ങനെയൊന്നും പറയരുത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വരും. ഇനിയിപ്പോ ചേച്ചി ഭർത്താവായിട്ട് ജീവിക്കണ ആളാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് ദൈവത്തിന് ചേച്ചിയോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയാലോ. അതുകൊണ്ട് അത് പറയാതിരിക്കേ ഏറ്റവും നല്ലത്. ഈ ഒരു കമന്റ് പറയാനാണ് മെയിൻ ആയിട്ട് വീഡിയോ എടുത്തത്. എന്താ വെച്ചാ എത്ര വട്ടാ ചേച്ചി അങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടെന്ന് അറിയാം. കുറെ വട്ടം ക്ഷമിച്ചു. ഞങ്ങൾ വേറൊരു വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ട് കയറുന്നു ഈ പറഞ്ഞ എഡിറ്റിംഗ് ഇടയിൽ. അപ്പോഴാണ് ഇങ്ങനെ ഈ ചേച്ചിയാണെങ്കിലും കുറേ നാളുകളായി നമ്മള് കുറേ ക്ഷമിച്ചു. ഇന്നിങ്ങനെ തന്നെ കാണുമ്പോ ആർക്കായാലും ഒരു വിഷമം ഉണ്ടാവില്ലേ? നമ്മള് നന്നായി ജീവിച്ചു പോണു. ആരുടെ ജീവിതത്തില് നമ്മൾ ഇടപെടാനോ നമ്മൾ ആരുടെ ജീവിതത്തില് ബുദ്ധിമുട്ടുണ്ടാക്കാനോ നമ്മൾ വേണ്ടിയില്ലേ? പറയുന്ന ചേച്ചിയുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വന്നിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? വീഡിയോയിൽ കണ്ട വല്ല നെഗറ്റീവ് ഒക്കെ ആണെങ്കിൽ പറഞ്ഞു, അതൊക്കെ നമുക്കിപ്പോ ഏറ്റെടുക്കാം. കുഴപ്പമില്ല, നമുക്ക് പറഞ്ഞാൽ കേൾക്കാം. നമുക്ക് മാറ്റാനുള്ള കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ മാറ്റാൻ ശ്രമിക്കാം. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഒന്ന് ഒഴിവാക്കുക. പിന്നെ ഒഴിവാക്കാൻ പറഞ്ഞാലും ഇടുമെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നാലും ഞങ്ങളൊന്ന് പറഞ്ഞോന്നുള്ളൂ. ചിലപ്പോ ചിലവരങ്ങനെ മനസ്സിലാക്കിയാലോ അല്ലെ? അതാണ്. പിന്നെ ഉണ്ടാക്കിയ തന്തയും തള്ളനെയും കുറിച്ച് ചോദിക്കുമ്പോൾ അവളിവിടെ മുഖഭാവം ശ്രദ്ധിക്കണം. കഷ്ടം എന്നുള്ളൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ആൻസറിലാണ്. അല്ലാതെ വിചാരം ഞാനത് ദേഷ്യത്തിൽ പിടിച്ചാണ്. സത്യം പറഞ്ഞ ദേഷ്യത്തിലല്ല. നമുക്ക് അങ്ങനെ ഒരു വിഷമം ഉള്ളിലുള്ളതാണ്. അത് കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. ആ ഒരു സിറ്റുവേഷനോ ആ സംഭവം ഒരു വിഷമമുള്ള സംഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നു പോയത്. അപ്പൊ ആ ഒരു കാര്യം കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. അതിന്റെ ഒരു വിഷമത്തിന് ഞാൻ ഇരുന്നു. നമ്മൾക്ക് പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ ഒരു വിഷമം വരും. ആ ഒരു വിഷമത്തിൽ ഇരുന്നു. അല്ലാണ്ട് എനിക്ക് അവരോട് ദേഷ്യം ഉണ്ടായിരുന്നു ഒന്നുമല്ല. കരയണത് എനിക്ക് വീഡിയോ എടുത്തിട്ട് എനിക്ക് താല്പര്യമില്ല. ഒന്നാമത് ഞാൻ കെട്ടിയതളയും ഇപ്പൊ കരയണ്ടെങ്കിൽ ആ ക്ലിപ്പിടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് സന്തോഷിച്ച് ജീവിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത്. ഒരു കാര്യമില്ല ഇതിന്റെ. പിന്നെ നമ്മുടെ ജീവിതത്തിലെ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കാണുന്നത് മാത്രം നിങ്ങളൊക്കെ കാണുള്ളൂ. അതിന്റെ ബാക്കി നമ്മൾ എന്തൊക്കെ അനുഭവിക്കുന്നു, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ഒന്നും അറിയാതിരിക്കുന്നു. നമ്മൾ പല കാര്യങ്ങളും അറിയാതിരിക്കുന്നവരുണ്ട്. പക്ഷെ എല്ലാ കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് വല്ല വിഷമമായിരിക്കാം. അങ്ങനെ പറയുമ്പോ എനിക്ക് വിഷമം വരാറുണ്ട്. അത് എന്റെ എല്ലാം ക്വസ്റ്റ്യൻസും കേട്ടാൽ ചിലപ്പോൾ അറിയാം. അങ്ങനെ ഒരു കാര്യം വരുമ്പോ എനിക്ക് വിഷമമാണ്. ആ ഒരു വിഷമത്തിലാണ് ഞാൻ എന്റെ മുഖം അങ്ങനെ വിളിച്ചാലാണ്. എനിക്ക് അവരോട് ഒരിക്കലും ദേഷ്യം ഉണ്ടായിട്ടല്ല. മുഖം താഴ്ത്തി പിടിക്കുമ്പോ ദേഷ്യം വിചാരിക്കും, താഴ്ത്തി പിടിക്കുമ്പോ ദുഃഖം. അവരോട് ദേഷ്യമൊന്നുമില്ല. മിണ്ടാതിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കുറച്ച് സിറ്റുവേഷൻ അത്രേ ഉള്ളൂ. അന്ന് ഇങ്ങനൊക്കെ ഉണ്ടായ ഒരു പ്രശ്നം കാരണം. പിന്നെ നല്ല മഴയുടെ നല്ല മഴ, ഭയങ്കര മഴ. ഒരു ഇന്നലൊക്കെ മഴ ഒന്ന് കുറവായിരുന്നു. ഇവിടെയൊക്കെ ഇന്നലെ ഭയങ്കര മഴയാണ്. തുണികളൊന്നും ഉണക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അറിയാം, മഴ പെയ്യ ഓടിക്കയറി എടുക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. പിന്നെ ചേട്ടന് കല്യാണ പ്രായമായിട്ടോ? അത് നല്ല കമന്റാ. ചേട്ടന് കല്യാണ പ്രായമായത് ചേട്ടനെ കുറിച്ച് ഞാൻ കേട്ടില്ല. കല്യാണ പ്രായമായുണ്ട്. പിന്നെ ഒരു കമന്റ് ഞാൻ പറയാതെ വെച്ചിട്ടാ, കുഞ്ഞാ ചിരിക്കല്ലേ ചെറിയ ബോറാണ്. സത്യം പറഞ്ഞ എനിക്ക് ചെറിയ ബോറാന്ന് വെച്ചാൽ എനിക്ക് ചിരിക്കാതിരിക്കാൻ അറിയില്ല. എന്റെ ഫേസ് എന്ന് പറയാ ഏട്ടനല്ല ഇവിടെ എല്ലാരും പറയും. എന്നെ കാണുന്നത് എല്ലാരും പറയും എപ്പോഴും കുഞ്ഞിനെ മോൻ ചിരിച്ചോണ്ട കാണാന്ന്. പക്ഷെ ആരും മുന്നിൽ ഞാൻ അങ്ങനെ ദുഃഖം കാണിക്കാറില്ല. എനിക്ക് എത്ര ദുഃഖം ഉണ്ടെങ്കിലും ആരും മുന്നിൽ കാണിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഞാൻ ചിരിച്ചോണ്ട് മാത്രമേ നിൽക്കുള്ളൂ. പിന്നെ എനിക്ക് എന്റെ ചെറിയ എന്തൊരു വൃത്തികേടായിട്ട് തോന്നിയിട്ട് എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ കുറവുകൾ തോന്നില്ലല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത് വൃത്തികേടായിട്ട് തോന്നിയോണ്ടാവാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ എനിക്ക് എന്റെ ചെറിയ വൃത്തികേടില്ലാത്തതാണ്. പറഞ്ഞത് ഞാൻ തെറ്റായിട്ട് എടുക്കണില്ല. എനിക്കത് ചിരിക്കാനാണ് ഇഷ്ടം ജീവിതത്തില്.
അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. അപ്പൊ നീ വല്ല ഭംഗി കുറവൊക്കെ ഉണ്ടാവാം, എല്ലാവർക്കും ഉണ്ടാവുള്ള ഓരോ കുറവുകളും കുറ്റങ്ങളും ഒക്കെ അല്ലേ. ഞാൻ ചിരിക്കണ എന്റെ ഭർത്താവ് കുഴപ്പമില്ലല്ലേ. പിന്നെ ഒരു എന്താണ് കൊഞ്ചി സംസാരിക്കല്ലേ ഉണ്ടായില്ലേ, ഞാൻ കൊഞ്ചി സംസാരിക്കുന്നല്ല, എന്റെ സംസാരം അങ്ങനെയാണ്. നമുക്ക് അല്ല ഓരോരുത്തർ ജനിച്ചപ്പോട്ടുള്ള ഓരോ രീതികളായിരിക്കാലോ. എനിക്ക് അങ്ങനെയാണ് സംസാരം. അത് നമ്മള് പിന്നെ കൂടുതൽ എനിക്ക് വരാറ് വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോസിലാണ്. അപ്പൊ നമ്മളത് ഇരുന്നിട്ടൊക്കെ കൊടുക്കുന്നത്. ചിലപ്പോ അതിന്റെ ഇടയിൽ തോന്നുന്നതായിരിക്കാം കൊഞ്ചി സംസാരിക്കണ പോലെ. ഞാൻ സത്യം പറയാം, ഞാൻ കൊഞ്ചി സംസാരിക്കണ പോലെ ഇതുവരെ തോന്നിയിട്ടില്ല. ഒക്കെ ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കാറ്, എല്ലാം കാര്യങ്ങളും സംസാരിക്കാറ് ഞാന്. അപ്പൊ ഇനി കൊഞ്ചി സംസാരിക്കുമ്പോൾ തോന്നില്ലെങ്കിൽ എന്തോ എനിക്കത് മാറ്റാൻ പറ്റുന്നില്ല. ഇനി തോന്നില്ല, സോറി, എനിക്ക് മാറ്റാൻ പറ്റില്ലല്ലോ സംസാരം. നമുക്ക് നമ്മുടേതായ രീതികളില്ല, അതാണ് സംസാരം മാറ്റാൻ പറ്റാത്തതാണ് പ്രശ്നം. പിന്നെ എന്തൊരു അഹങ്കാരമാണ് സമ്മതിച്ചു എന്നൊക്കെ പറയാം. നമുക്ക് അഹങ്കാരമാണ്. അത് അഹങ്കാരാന്ന് പറയണവരോട് പിന്നെ നമുക്കൊന്നും പറയാല്ലേ. ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ അഹങ്കരിച്ചൊന്നും കാണിച്ചിട്ടില്ല എന്നാണ് എന്റെ തോന്നല്. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ആഗ്രഹം പോലെ നമ്മുടെ ഇഷ്ടങ്ങൾ സാധിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്ത് നീ ദുഃഖിക്കേണ്ടി വരുമെന്ന് ആൾക്കാർ ദുഃഖം കാണണോ നിൽക്കുന്നു. അതാ ഞാൻ ആലോചിക്കണേ. കൂടുതലും നീ ദുഃഖിക്കും, നീ അങ്ങനെ ആവും ഇങ്ങനെ ആവും. സപ്പോർട്ട് ചെയ്യണില്ല. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ കമന്റ് ഞാൻ വായിച്ചേക്കാം. ഞാൻ നോക്കി വായിക്കണല്ല, മറ്റേ നമ്മ ക്വസ്റ്റ്യൻസ് ഇടുമ്പോ എനിക്കറിയാം ഏതൊക്കെ വായിക്കണമെന്ന്. പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് തപ്പിപ്പിടിക്കണത്. പിന്നെ ഈ കമന്റ്സ് എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് ഇടണത് ഇവരുടെ അക്കൗണ്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നു. നമുക്കറിയാം ഇവര് എത്ര നെഗറ്റീവ് കമന്റ്സ് ഇട്ടുണ്ട്, എത്ര ഇവരെ എന്തൊക്കെ കമന്റ്സ് ഇട്ടാലും നമുക്കത് വരുന്നുണ്ടോ. അങ്ങനെ കുറെ കമന്റ്സ് ഇടുന്നവരാണ് കേട്ടോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട്. നമ്മളുടെ ജീവിതത്തിനെ കുറിച്ച് നമുക്കറിയാം. ദുഃഖിക്കേണ്ടി വരും, ദുഃഖിക്കാണ്ടിരിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. ജീവിതമാണ്, ദുഃഖിക്കാണ്ടിരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനെന്ന് വെച്ചാൽ അങ്ങനെ കാണുന്ന ആളാണ്. ജീവിതമാണ് മുൻകൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഭയങ്കര സ്നേഹമാണ്, അങ്ങനെ ഒന്നും ഞാൻ പറയില്ല. എന്താ വെച്ചാൽ ജീവിതമാണ്, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യം പറയാൻ പറ്റാത്ത കാര്യമാണ്. ഞാനായാലും ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചപ്പോ നന്നായി നടക്കുമെന്ന് വിചാരിച്ച ഒരു കല്യാണമായിരുന്നു. അത് ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തി. അപ്പൊ നമ്മൾ മുൻകൂട്ടി ഒന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ജീവിതമാണ്, മുന്നോട്ട് പോണ പോലെ പോകും, അതിനനുസരിച്ച് നമ്മളും പോകും. ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ പറയണെന്ന് വെച്ചാൽ സിറ്റുവേഷൻ ആണ്. എത്രയോ വട്ടം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ കാര്യങ്ങൾ അറിയണവർക്ക് അറിയാം. അപ്പൊ അത് ചിലപ്പോ ഈ പറഞ്ഞ എന്താ പറയാ പഴയ വീഡിയോ കാണുന്നവരായിരിക്കും ഇങ്ങനെ നമ്മൾ ചെയ്തോണ്ട് ദുഃഖിക്കുന്നത് പറയുന്നത്. എന്നുവെച്ചാൽ പഴയതെല്ലാം അറിയണവരായിരിക്കും ഇങ്ങനെ പറയുന്നുണ്ടാവുള്ളൂ. എന്തോ ആയാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ സിറ്റുവേഷൻ എല്ലാവർക്കും വരുന്ന കാര്യം തന്നെയാണ്. ആരെയും മുൻകൂട്ടി ഒന്നും പറയാതിരിക്കുക ഏറ്റവും നല്ല കാര്യങ്ങൾ. ദുഃഖിക്കാണ്ടിരിക്കോ ഒന്നും അറിയില്ല. എന്റെ ദുഃഖം കാണാനാണോ ഈ പറയുന്ന ആൾക്കാരൊക്കെ ആഗ്രഹിക്കണെന്നാണ് എനിക്ക് അറിയാത്തത്. പിന്നെ ഒരു കമന്റ് ഇതിലുണ്ടെന്ന് തോന്നുന്നു, കുഞ്ഞൻ വീഡിയോയിൽ ചിരിച്ചിരിക്കാണ്, ജീവിതത്തിൽ കുഞ്ഞിന് ഭയങ്കര വിഷമാണ്. സത്യം സത്യത്തിൽ ചേച്ചി ഹാപ്പി അല്ലേ, എന്തോ വീഡിയോക്ക് വേണ്ടി ആക്ട് ചെയ്യണ പോലെ. ആള് നല്ലൊരു ഫാൻ ആണ്, ബിഗ് ഫാൻ ആണ്, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് മറുപടി പറയുന്നത്. ഞാൻ ജീവിതത്തിൽ ഒരു ഹാപ്പിയോ ഇല്ല, നല്ല രീതിയിൽ തന്നെയാണ് പോണത്. വീഡിയോയിലേക്ക് വേണ്ടി ആക്ടിങ്ങും ഇല്ല. ഞാൻ എങ്ങനെയാണ് ജീവിതത്തിൽ അതേപോലെ തന്നെയാണ് ഞാൻ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഞങ്ങള് മിക്കതും സത്യസന്ധമായിട്ട് പറയുന്ന ആൾക്കാർ തന്നെയാണ് വീഡിയോയില്. അല്ലേ, എല്ലാ കാര്യങ്ങളും നമ്മൾ സത്യസന്ധമായിട്ട് പറയുന്നത്. എന്തോ ഒരു ഇപ്പൊ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇന്നാള് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞില്ലേ, ഞങ്ങൾ അത്യാവശ്യം തല്ലുപിടിക്കാറുണ്ട്. ഇന്നലെ വരെ നമ്മൾ തല്ലുണ്ടാക്കിയിട്ടുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. എന്നിട്ട് രാത്രി പോയിട്ട് ഷോർട്ട് പറഞ്ഞിട്ട് ഇറങ്ങി പോണി. ഞാൻ നോക്ക് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചോണ്ട് അല്ല, ഞാൻ പറഞ്ഞ ഏട്ടൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് ജിമ്മിന് പോയി വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ എനിക്ക് ചായ കുടിക്കണായിട്ട് വിഷമൊന്നുമില്ല. അത് കഴിഞ്ഞ് പോയി വന്നതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ സംസാരത്തിൽ തല്ലൂട്ടുണ്ടായി. അത് ഇങ്ങനെ തല്ലുകൂടിയപ്പോ എനിക്ക് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞ് ഞാനും കിടന്നു. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഏട്ടനും കഴിക്കില്ല, ഏട്ടനും കഴിക്കാതെ കിടന്നു. ഞങ്ങൾ രണ്ടാളും അങ്ങനെയാ. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഏട്ടൻ കഴിക്കില്ല, ഏട്ടൻ കഴിച്ചിട്ട് ഞാനും കഴിക്കില്ല. അപ്പൊ ഞങ്ങൾ രണ്ടാളും അങ്ങനെ കിടന്നു. പിന്നെ കുറച്ചേരം കഴിഞ്ഞ് തല്ലൂട്ടൊക്കെ മാറി ഇങ്ങനെ റീല് കണ്ടോണ്ടിരിക്കുമ്പോ റീല് ഫുഡൊക്കെ കണ്ടപ്പോ ഭയങ്കര വിശപ്പ്. ഉറങ്ങാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞ. എത്ര കണ്ണടച്ച് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റില്ല വിശന്നിട്ടേ.
അപ്പൊ ഞാൻ പറഞ്ഞ് ബ്രെഡ് ഞങ്ങൾ ഇവിടെ കഴിക്കാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ബ്രെഡ് മാത്രം ഞങ്ങൾക്ക് കഴിക്കാനും ഇഷ്ടം കുറവാ. അപ്പൊ ഞങ്ങള് പോയി അത് ചൂടാക്കി കഷ്ടപ്പെട്ട് രാത്രിയൊക്കെ തിന്ന് എനിക്ക് തോന്നുന്നു 2 മണിയൊക്കെ ആയിട്ടാ. നമ്മള് ഇങ്ങനെ കുറെ നേരം കിടന്ന് ഫോണിലൊക്കെ കളിക്കും, സംസാരിച്ച് ചിരിച്ച് കളിച്ചിട്ടൊക്കെ കിടന്നുറങ്ങും. അപ്പൊ മിക്കപ്പോഴും ആ ടൈമൊക്കെ റൂമിൽ നേരത്തെ കയറിയാലും അങ്ങനെ പോയി ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ ഞങ്ങൾ തല്ലൂട്ടൊന്നും ഇല്ലാന്നൊന്നും പറയില്ല. എല്ലാ ഭാര്യയും ഭർത്താക്കന്മാര് തല്ലുണ്ടാക്കണ പോലെ ഞങ്ങളും തല്ലുണ്ടാക്കാറുണ്ട്. ഇന്നലെ വേറെ തല്ലുണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ എന്താ ചെറിയ കാര്യത്തിനാണല്ലോ, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് തല്ലുണ്ടാക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് തല്ലൂട്ടം മാറ്റും. ഞങ്ങൾ ഇതുവരെ സത്യത്തിന് ഞാൻ പറയാണ്, സത്യസന്ധമായി പറയാണ്, ഇതുവരെ ഞങ്ങളെ തല്ലൂട്ടം ഒരു ദിവസം നീണ്ടുപോയിട്ടില്ല. ഒരു ദിവസം ഇതുവരെ നീണ്ടുപോയിട്ടില്ല. എന്താ വെച്ചാൽ ഉറങ്ങാണ്ട് മുന്നേ ഞാൻ തല്ലൂട്ടം മാറ്റിക്കും. അല്ലെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടില്ല, ഏട്ടന് ഉറക്കം കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങാൻ പോകാണ്ട് മുന്നേ തല്ലൂട്ടം മാറ്റിക്കും. ഏട്ടന് പെട്ടെന്ന് ദേഷ്യം വരും, എനിക്കാണെങ്കിലോ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ രണ്ടാളുടെ സ്വഭാവം കാരണമായിരിക്കും തല്ലൂട്ടകളൊക്കെ സത്യം പറഞ്ഞാല് കുറഞ്ഞതാണ്. ഇപ്പൊ അത്ര ദേഷ്യമൊന്നുമില്ല കേട്ടാ, ഇല്ല. പിന്നെ നമ്മള് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. വീഡിയോയില് പിന്നെ ഞാൻ തല്ലുണ്ടാക്കുന്നത് കാണിക്കാറില്ല എന്നുള്ളൂ അല്ലേ? ഇത് തല്ലുണ്ടാക്കുന്ന വീഡിയോ എടുക്കല്ലേ? പ്രിൻസ് പടം ഇറങ്ങിയപ്പോ പ്രിൻസിന് കുഞ്ഞപ്പ ക്യാമറ എടുത്ത് പറയും, ഞാൻ പറയട്ടെ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഞാൻ പറയണ്ട, ഞാൻ ചിഞ്ചാവട്ടെ ക്യാമറ എടുത്തിട്ട് പറയും. ഞാനിപ്പോ പറയും, ഞാൻ ബ്ലോഗില് പറയും തന്നെ തല്ലുപിടിക്കണം ഇപ്പൊ പറയും. അത് കറക്റ്റ് മറ്റേ ദിലീപിന്റെ അവസ്ഥയാണ്. അത് ഞങ്ങൾ ഞങ്ങള് തല്ലൂട്ട് അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് പോവാറുമില്ല. തമാശ തല്ലൂട്ടങ്ങളായോണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണത് കേട്ടാ. അതിന് സീരിയസ് ആയിട്ട് പോവാറൊന്നുമില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വിഷമം ഉണ്ടാവും, സന്തോഷമൊക്കെ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ സന്തോഷം മാത്രമേ കാണിക്കാറുള്ളൂ. പിന്നെ വിഷമം എപ്പോഴും വിഷമമൊന്നുമില്ല. എപ്പോഴും തല്ലുണ്ടാക്കുമ്പോ ഇതേപോലെ മനസ്സിന് ചില വിഷമങ്ങളൊക്കെ വരും, പിന്നെ മാറും. അത് അങ്ങനെ നന്നായി പോകും അല്ലെ? അങ്ങനെയാണ് ജീവിതം പോവുക. പിന്നെ ചോദിക്കണത്, ഇത് റെന്റാണോ, ഹോം സ്വന്തം വീടാണോ, പിന്നെ കാറ് സ്വന്തമാണോ, അങ്ങനെ ചോദിക്കില്ലേ? സ്വന്തം വെച്ചാല് എന്റെ വീടാണത്, എന്റെ കാറാണ്. എന്താ വെച്ചാല് അച്ഛൻ, അനിയൻ, ഇപ്പൊ കുഞ്ഞൻ, ഇപ്പൊ എല്ലാരും കൂടെ ഉള്ള വീടുമാണ്, എല്ലാരും കൂടെ ഉള്ള കാറാണ്. അപ്പൊ നമ്മള് നമുക്ക് അതിലൊരു സെപ്പറേറ്റിംഗ് ഒന്നുമില്ല. ഇത് പിന്നെ റെന്റ് ഒന്നല്ല, സ്വന്തം വീട് തന്നെയാണ്. പിന്നെ സംശയം കൊണ്ട് ചോദിച്ചതായിരിക്കാം, റെന്റ് വീടല്ല കേട്ടാ. പിന്നെ എല്ലാവർക്കും സംശയമുള്ളതാണ് കേട്ടാ, എത്ര പറഞ്ഞാലും സംശയമാണ്. കൊടുങ്ങല്ലൂർ എവിടെ വീടുന്ന്, ഇടവിലങ്ങാണ് ഞങ്ങളുടെ വീട്. അതെല്ലാവരുടെയും സംശയമാണ്. എത്ര പറഞ്ഞാലും ഉണ്ട്, അറിയാത്തോണ്ടാണ് കേട്ടോ. ചിലപ്പോ പുതിയ പുതിയ വീഡിയോ കാണുന്നവരായിരിക്കും. കൊറേ ആൾക്കാര് കൊടുങ്ങെന്ന് പറയുമ്പോ പറയും ഇന്നൊരു പ്ലേസ് ഉണ്ട് അവിടേക്ക് പോകുമോ, കൊറേ കമന്റ് വയ്ക്കാറുണ്ട്. മറ്റേ ഈ ബീച്ചിക്ക് പോയോ, കോട്ടപ്പുറത്ത് വന്നിരിക്കുക, അവിടെ അടിപൊളിയാണ്, ഇവിടെ അടിപൊളിയാണ്. അവിടെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞാല് കൂടുതൽ അവിടെ തന്നെയാണ്, കോട്ടപ്പുറത്ത്. അതുകൊണ്ടാണ് ലാസ്റ്റ് ഞങ്ങൾ കോട്ടപ്പുറത്തെ വീഡിയോ ഇട്ടത്. കൊറേ പേര് ചോദിച്ചു എനിക്ക് തോന്നുന്നു ഞാൻ വന്നതിന് ശേഷം 10 വട്ടം മുന്നേ മാക്സിമം പോയി. അപ്പൊ അങ്ങോട്ട് പോവാറുണ്ട് കേട്ടോ എയർടെല്. പിന്നെ വീട്ടിൽ ഒരു ജോലിയും ചെയ്യാതെ നടന്ന കുഞ്ഞിന്റെ ഒരു കഷ്ടപ്പാട്. പാവം കുഞ്ഞൻ, പാത്രം കഴുകലും അടിച്ചു വാരലും ക്ലീനിങ്ങും മാത്രം. ഞാൻ സത്യം പറഞ്ഞ ഞാൻ എന്റെ വീട്ടില് വീഡിയോയിലധികം ഞാൻ അത് നിൽക്കാറില്ല, കുറവാണ്. അമ്മ തന്നെയാണ് വീഡിയോസ് കൂടുതൽ എടുക്കാറ്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഞാൻ ചെയ്യുന്ന പണികൾ കാണാത്തത്. ഞാൻ അവിടെ അടിച്ചോരി തുടക്കൽ തന്നെ ഞാൻ ചെയ്തിരുന്നത് മെയിൻ കാര്യം. അവിടെ ഞാൻ തന്നെ അടിച്ചുടച്ചിരുന്നത്. അതിപ്പോ മുന്നത്തെ വീഡിയോസ് എന്റെ ഡൈമ ലൈഫൊക്കെ മുന്നത്തൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് നോക്കി അറിയാം. ഞാൻ അത്യാവശ്യം പണി എടുത്തിരുന്ന ആൾ തന്നെയാണ്. അതേപോലെ ഞാൻ ഇവിടെ വന്നപ്പോൾ പണിയെടുക്കുന്നത്. പിന്നെ ഇവിടെ ചിലപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ചെയ്യണ്ടാവും. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ അത്രയും പേരുണ്ടാകുമ്പോൾ ഷെയർ ചെയ്ത് പണിയെടുക്കും. ഇവിടെ ഇപ്പൊ ഞാനും അമ്മയും മാത്രമേ പണിയെടുക്കുള്ളൂ. ഞങ്ങൾ രണ്ടാളും കൂടി എല്ലാ പണിയൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് പോവും. അതാണ്. പിന്നെ ഇവിടെ വന്നപ്പോ എനിക്ക് നോക്കാൻ ഒരു ഭർത്താവുണ്ട്. അപ്പൊ ഭർത്താവിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ചെയ്തു കൊടുക്കേണ്ടി വരും. അല്ല, എന്റെ കാര്യങ്ങളായിട്ട് ചെയ്തതുപോലെ എനിക്ക് ചേട്ടന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പൊ അവിടെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഞാൻ അവിടെയും പണിയെടുത്തതാണ്. ഇങ്ങനെ നെഗറ്റീവ് പറയണെങ്കിൽ എന്താ ചെയ്യല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൊരു ഈ പറഞ്ഞ പോലെ
ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് അത് കണ്ടപ്പോൾ ഒരു ഇതിലേ അതുകൊണ്ട് ഞാൻ തപ്പി പിടിക്കണത്. എനിക്ക് എന്താണെന്നറിയോ, വേറെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വെച്ച് കളിക്കരുത്. അതാണ്. ഞങ്ങളിപ്പോ സത്യം പറഞ്ഞ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു 10 മാസമായി ഞങ്ങൾ പെണ്ണുകാണല് കഴിഞ്ഞിട്ട് അല്ലെ. ഈ 10 മാസത്തിന്റെ ഇടയില് കുറച്ച് തല്ലുകൂട്ടങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ ബാക്കിയൊക്കെ നന്നായി നല്ല രീതിയിൽ മുന്നോട്ട് പോവാണ്. എന്നുവെച്ചാൽ അന്ന് കണ്ടപ്പോട്ട് ഞങ്ങള് നല്ല രീതിയിൽ പോകണമെന്ന് ചിന്തിച്ച് ജീവിക്കണവരല്ലേ. പെണ്ണ് കണ്ട് ഉറപ്പിച്ച് അങ്ങനെ ചിന്തിച്ച് ജീവിക്കണവരെന്ന് ഇങ്ങനെ പറയുമ്പോ, അത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പറയുമ്പോ നമ്മളേക്ക് അതൊരു വിഷമാണ് സത്യം പറഞ്ഞു. വിഷമല്ലേ? എന്താ മുഖത്തെ എക്സ്പ്രഷൻ എങ്ങനെയാ വിഷമത്തിന്റെ എക്സ്പ്രഷൻ അല്ലേ? അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇട്ടത്. ഞാൻ ഇതുവരെ അങ്ങനെ കമന്റിന് റിപ്ലൈ ഇങ്ങനെ പറയാറില്ല, കുറവാണ്. പക്ഷെ ഇങ്ങനത്തെ കേൾക്കുമ്പോ എന്താ പറയാ, സത്യം പറഞ്ഞ ഓരോരുത്തരുടെ ജീവിതം നശിച്ച് ക്യാമറ എടുക്ക് ലൈറ്റ് ഓൺ ചെയ്യും. ഞാൻ കമന്റ് എന്താ പ്രശ്നം, കമന്റ് എടുത്ത് നോക്കി കമന്റ് ഇങ്ങനെ കാണുന്ന ഓക്കെ ചെയ്യാം. അല്ല, ഇങ്ങനത്തൊക്കെ കേൾക്കുമ്പോഴാണ് കേട്ടോ വേറെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കാം. ഇതൊക്കെ പറയുമ്പോ വെച്ചാ ജീവിതത്തിൽ തൊട്ട് കളിക്കില്ലേ പ്ലീസ് അല്ലേ? പിന്നെ ആരെന്ത് പറഞ്ഞാലും നമ്മള് ചെയ്തായിട്ട് നന്നായി പോണു അല്ലേ? ആരെന്ത് പറഞ്ഞാലും നമ്മൾ നന്നായി പോകും അല്ലേ? അല്ലേ? ഇതൊക്കെ ഞങ്ങൾ വെറുതെ തമാശ കളിക്കുന്നതായിട്ട് ഇതൊന്നെടുത്ത് സീരിയസ് ആയിട്ട് ഞാൻ പറയണ്ടെങ്കിൽ ഇപ്പം തല്ലൂട്ടാണ്. അതാണ് ഇതൊക്കെ ഞങ്ങള് തമാശ കാണിക്കുന്നത് അല്ലെ? ഞങ്ങള് മിക്ക ടൈമിലും തമാശ കാണിച്ച് നടക്കുന്ന ആൾക്കാരാണ്. ഇപ്പോഴും ഏട്ടന്റെ അമ്മയൊക്കെ പറയും 28 വയസ്സായാലും കുട്ടികളെ മാറിയിട്ടില്ല പറയും. സത്യം പറഞ്ഞതാണ് അവസ്ഥ. സത്യം പറഞ്ഞ ചെറിയ കാര്യങ്ങളൊക്കെ കുട്ടികളിലെ കാണിക്കുള്ളൂ. നിന്നൊക്കെ വണ്ടി കഴിയണത് രസം, നന്നായി വണ്ടിയൊക്കെ കഴിക്കൊണ്ടിരിക്കുന്നത്. എന്നെ കണ്ടാ ഭയങ്കര സങ്കടം, കഷ്ടപ്പെട്ടെന്തോ ചെയ്യണ പോലെ കാണിക്കരുത്. അപ്പൊ പറയണ കുടുംബം എന്നിട്ടാണ് ഇത്രയും കുട്ടികളിത്. അതാണ് ഏട്ടന്റെ അവസ്ഥ. ഞാനാണെങ്കിൽ ഇത്തിരി വെച്ചിട്ടിട്ട് കാണിക്കും. പിന്നെ ഏട്ടന്റെ അടുത്ത് അതില്ല, മറ്റുള്ളവരടുത്ത് വെച്ചിട്ടുണ്ടോ, ഏട്ടന്റെ അടുത്ത് അതില്ല. എന്താ അല്ല, ഏട്ടന്റെ അടുത്ത് ഞാൻ വെച്ചിട്ട് കാണിക്കാറില്ല കുട്ടികളെയാണ്. ആക്കിയ സ്ഥലത്തൊക്കെ എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ട് തോന്നുന്നു അല്ലേ? ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. നമ്മൾ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാലും ഇനി വിഷമം എനിക്ക് സോറി പറയുന്നു. ആരെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞില്ല. നമുക്ക് സപ്പോർട്ട് ചെയ്യണവനൊക്കെ എപ്പോഴും ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യാം മുന്നോട്ട് അല്ലേ? ഇങ്ങനെ നെഗറ്റീവ് ഇടുന്നവര് ഇനി ഇടാണ്ടിരിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പൊ പറഞ്ഞോണ്ട്. ഇത് കണ്ടിട്ട് ഡിവോഴ്സിന്റെ കാര്യം മാത്രം ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക പ്ലീസ് അല്ലേ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ 1 വർഷം ആയി വരണല്ലേ? ഇപ്പൊ നമ്മള് 10 മാസമായി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇന്നലെ പറഞ്ഞപ്പോ. 10 മാസമായി ഒന്ന് ചിന്തിച്ചു പോയിട്ട്. ഇപ്പൊ സത്യം പറഞ്ഞ ഇനി ജൂലൈ 3-ാം തീയതിക്ക് നമ്മള് കല്യാണം കഴിഞ്ഞ 5 മാസം, കല്യാണം കഴിഞ്ഞിട്ട് 5 മാസം അല്ലേ? അത്രയും പെട്ടെന്നാണ് സമയങ്ങൾ പോണത് അല്ലെ? സമയം പോണത് ശരിക്കും പറഞ്ഞ അറിയണില്ല. ഞാൻ അത് പറഞ്ഞിന്ന് എന്തോരം പെട്ടെന്ന് സമയങ്ങളൊക്കെ പോണതൊന്നും അറിയണില്ല. അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാനങ്ങനെയൊന്നും പറയില്ല. എനിക്ക് വിഷമം തോന്നിയ കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇനി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, അത്രയൊക്കെ പറയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നല്ല നല്ല വീഡിയോസ് ആയിട്ട് എത്ര പെട്ടെന്ന് വരും. ബൈ.